let me. I am also not coming as a devotee. Let me tell you. What do you think? Who am I? I don't know. ഈ ആരതികൾക്കും കഥ പറയുന്നതിനും ഇടയ്ക്കും ഒരു കാര്യം കാണാതെ പോയി. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ഇതാണ് സരസ്വതീനെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി സരയൂ നദീതീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു വീണയുടെ മാതൃകയാണ്. അത് വൈകിട്ട് നല്ല രസമുണ്ട് കാണാൻ, നല്ല വൈബാണ് അത് കാണാൻ. നമ്മൾ അയോധ്യയിലേക്കാണ് പോകുന്നത്. അയോധ്യയുടെ യാത്രി കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അയോധ്യയുടെ യാത്രി കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇത്ര എങ്ങനെയുണ്ട് അയോധ്യ, എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴും നമ്മൾ ഭക്തിക്കപ്പുറം കാഴ്ചകൾ കണ്ട് നടക്കണം. ഭക്തി ഒരു സൈഡിൽ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഒരു ചരിത്ര പുരുഷൻ അങ്ങനെ രാമനെ കണ്ടിട്ട്, അങ്ങനെ അയോധ്യനെ കണ്ടിട്ട് ഒന്ന് നടന്നു നോക്കി, നല്ല രസമായിരിക്കും ഇവിടെ. ഇതുപോലെ തന്നെ ബാബറി മസ്ജിദും വരണം ഇവിടെ. മസ്ജിദ് ഇവിടെ പണിയുന്നുണ്ട്. ഏകദേശം 5 ഏക്കർ സ്ഥലം അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവരും പണിയുന്നുണ്ട്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ അയോധ്യ പുണ്യഭൂമി നമുക്ക് പൂർണ്ണമായിട്ട്. ജയ് ശ്രീറാം. ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ചാടിക്കേറിയ 2 വിത്തുകളാണ്. എവിടെ നോക്കിയാലും ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അയോധ്യയിൽ നിന്നും വീണ്ടും തുടങ്ങുകയാണ് രാത്രി. നമ്മള് ജയ് ശ്രീറാം, ആരെവിടെ കണ്ടാലും ജയ് ശ്രീറാം മാത്രമേ ഉള്ളൂ. രാത്രി കാലങ്ങളിലൊന്നും ആ കാഴ്ചകളൊന്ന് പകർത്തണമെന്നുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ, നല്ല വൈബാണ് രാത്രി നമുക്ക് കാണുവാൻ. ചുറ്റും ക്ഷേത്രങ്ങളാണ് കേട്ടോ, ക്ഷേത്രങ്ങളുണ്ട്. മോസ്ക് ഉണ്ട്. മോസ്ക് ഞാൻ ഒരെണ്ണം കണ്ടുള്ളൂ, വേറെ മോസ്ക് കണ്ടില്ല. ബാക്കി പഴയ ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലായിടത്തും ചെറിയ വീടുകൾക്കുള്ളിൽ പോലും ഹനുമാനെ राम मंदिर है, हनुमान इधर उधर राम लक्ष्मण राम सेंटर राम इधर जानकी सीता जी, फिर लक्ष्मण है, रामा सीता लक्ष्मण। ओ ये आपका है, इधर है हनुमान जी। आपका घर है मंदिर है, आपका घर किधर है? ओ मुनि थे स्वामी जी। ओ ठीक है भगवान का प्रसाद है ना। इधर ठीक है भाई। ക്യാമറ ഓഫ് ചെയ്താക്കുമ്പോൾ നടക്കുകയാണ്, ഇന്ന് വൈകിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഓർത്തിരുന്നപ്പോഴാണ് ഇത് വീണ്ടും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. തിരിച്ചു പോകാൻ നേരം എന്നാൽ പിന്നെ അത് കഴിച്ചിട്ടങ്ങ് പോവാം. ഇതേ ഭായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, പിന്നെ അത് കഴിച്ചിട്ടങ്ങ് പോവാം. ഈ വണ്ടിയെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ ഇവിടെ. അപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരു പരിപ്പൂരി പോലത്തെ സംഭവം, ഒരു ചോറാണ്, വൈറ്റ് റൈസ് ആണ്, കൽക്കണ്ടൊക്കെ. ഇനി അത് കഴിച്ചിട്ട് വേണം എനിക്ക് നീങ്ങാൻ. അടുത്ത സ്ഥലത്ത് അവിടുത്തെ പിടിച്ച് കയറ്റി അവിടെ ജയ് ശ്രീറാം പറഞ്ഞ ആൾക്കാർ പോവാണ്. എന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ല.
അവിടെ എന്തോ കഴിക്കാനുള്ളതാണ്. അത് കഴിക്കാനാ നോക്കണം വെച്ചിരിക്കുകയാണ്. എന്നാണെങ്കിലും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അവിടുത്തെ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് സംഭവം. ഒരു പിടുത്തവും ഇല്ല. എവിടെയെങ്കിലും കൊണ്ടതാ അവിടെ ഇരിക്കാനുള്ള സ്ഥലം. ഇത് ഇതുമായിട്ട് അവിടെ എവിടെയും വേറൊന്നും നല്ല ചൂട് ജിലേബിയാണ്. ചൂട് ജിലേബി ബോണ്ട പോലത്തെ സാധനം. പരിപ്പും ചോറും മിക്സ് ചെയ്ത് പരിപ്പും ചോറൂടെ മിക്സ് ചെയ്ത് വേറെ സാധനം. ഇവിടെ നല്ല തണുപ്പ് വീഴാൻ തുടങ്ങി. ആൾക്കാർ തീയൊക്കെ കൂട്ടി തുടങ്ങി. ഉത്സവത്തിലാണ് ഈ ഗ്രാമം മൊത്തമേ ഉത്സവത്തിലാണെന്ന് തോന്നുന്നു. കണ്ടോ കുറേ പേര് ഡാൻസ് കളിക്കുന്നു. എന്തോ ഒരു റൈസ് അത് തന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോകും. ഒരു സാധനം ടേസ്റ്റ് നോക്കാൻ വേണ്ടി വാങ്ങി. എന്താണ് ഈ റൈസും വെജിറ്റബിളും കൂടെ എല്ലാം, ഇത് റൈസും വെജിറ്റബിളും എല്ലാം കൂടി ഇട്ട് ചെയ്താക്കുന്നൊരു സംഭവം. കുഴപ്പമില്ല. വിശപ്പടന്നു സമാധാനം. കാശ് കൊടുക്കാതെ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ച് രാം മന്ദിറിൻ്റെ അവിടെ വന്നു. രാത്രി കാലത്തിൽ രാം മന്ദിറിൻ്റെ ഭംഗി ഇതാണ്. നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ, നമുക്ക് ഉൾവശം കിട്ടത്തില്ല. ഈ സമയത്തും രാമക്ഷേത്രത്തിൽ കയറുവാൻ വേണ്ടി ആളുകളുടെ തിക്കും തിരക്കുമാണ്. കണ്ടതറിയാം, ഭയങ്കര തിക്കും തിരക്കുമാണ്. അന്നേരമായിട്ട് എല്ലാവരും തൊഴുത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് പോകണം. എന്തൊരു ഡാൻസ് കളിയും പരിപാടിയൊക്കെയാണ്. ഇത്രയും ദിവസങ്ങളായത് ഈ അമ്പലത്തിന്റെ പ്രതിഷ്ഠയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇതുവരെ ഉത്സവ പ്രതീതി മാറിയിട്ടില്ല. അങ്ങനെ ഫൈദാബാദിന് പോകാനുള്ള ഷെയർ ഓട്ടോയും കിട്ടി. ഇതിൽ കൂടെ ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ട് പോയി इलेक्ट्रिक है ना भाई? इलेक्ट्रिक है ना? इलेक्ट्रिक है। कितना किलोमीटर मिलेगा? ഓ 100 കിലോമീറ്റർ മേളിൽ ഓടും കേട്ടോ ഈ സാധനം. നമ്മുടെ സാരഥി ആൾക്കാർക്ക് ഷട്ടർ കേട്ടുണ്ട്. രാം ജന്മഭൂമിയെക്കാളും തണുപ്പാണ് ഇവിടെ. നമ്മുടെ ചക്കരം തണുപ്പ് കൂടുതലാണ്. ഇവിടെ ഒരു ഞാൻ മുൻപും പറഞ്ഞിരുന്നു, രാം ജന്മഭൂമിയെ പോലെ തന്നെ രാം ജന്മഭൂമി വന്ന പോലെ തന്നെ ഇതിപ്പോൾ നമ്മളവിടെ കാണുന്ന ആ ഒരു മോസ്കാണ്, ഒരു പള്ളി, മുസ്ലിം പള്ളി. ഒരു പള്ളി, അതായത് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എവിടെയാണെന്ന് അറിയില്ല. ഇതിങ്ങനെ അവിടെ പോയാൽ അതൊരു പള്ളിയും കൂടെ വേണം. അതും എല്ലാ മതസ്ഥർക്കും കയറുവാൻ പാകത്തിനായിരിക്കും. അതായത് ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ രാം ജന്മഭൂമിയിൽ എല്ലാവർക്കും കയറാം. അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അഴിയോ കാര്യങ്ങളോ ഒരു പ്രശ്നങ്ങളില്ല അവിടെ. അതുപോലെ തന്നെ എല്ലാവർക്കും കാണുന്ന ഒരു സംഭവമായിട്ട് അത് വരുവാണ്. ഇതിലിവിടെ കുറച്ച് നന്നാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കാണാനില്ല. എല്ലാവർക്കും കയറുവാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. ഉത്തർപ്രദേശിലെ ആ ഒരു അയോധ്യ എന്ന് പറയുന്ന സ്ഥലം ലോക പ്രശസ്തമാവും. ഭയങ്കരമായിട്ടുള്ള വികസനങ്ങൾ ഇപ്പോൾ തന്നെ ആളുകൾ ഒഴുകി തുടങ്ങി. അത് നാടും മറ്റും കാണാം. അതൊക്കെ ഒരു മതസഭ അർത്ഥം മുന്നോട്ട് പോകും. ഇവിടെ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇപ്പം രാം ജന്മഭൂമി വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒറ്റ ആള് മുസ്ലിമാണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഫൈദാബാദിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരിപ്പെട്ടൊക്കെ കാണുന്നത് മുസ്ലിംസിനാണ്. അയോധ്യ. See any developments over there, sir? Yeah. And you know, maybe after some year it will come.
Maybe. I mean, first of all, a mosque have to build. People have to build that Yeah. mosque, and then this chance comes to, you know, chance come for all the people come and for Imam Kaaba also to come here. pay a Yes, visit yes, over here. definitely. In Ayodhya, na, Yeah. even Muslim people also visiting there. Yeah, it is. Yeah. It is. It's not like a history. Let me. I'm also not What do you coming think? as what a do- devotee. Let me tell you. What do you think? Who am I? I don't know. I'm also a human being. I'm Yeah, not like in a even religion I'm like a that. human being. Yeah. You know, but this kid. This kid. She is my niece, you can say, or my elder brother's daughter, you Oh, can say. yeah, okay. But her name is Mani Singh. Mani Singh. Yeah. Ah. And do you know who am I? Yeah, I am Hindu. Sayyid Dildar Hussain. Oh yes. Yes. Yeah. I'm a Muslim. Muslim. From this Okay, place. Yeah. But I don't have any problem with Ram Mandir or even any temple. Oh, yes, You know, yes. because that is also a holy place for Hindus as well as yeah. for the Muslims like me. I'm I considering believe- as a historical place. Yes, Ram is a it is. historical man. It is a Yeah. historical place. Yes. Okay. I You got know, it. Got it. So first of all, you have to pay a visit to Yeah, Hanumangiri yes. temple, and then you have to move Oh, to Ram yes. temple. First then we only- need to yes, report at the local police station. Ah. Then go to the Yeah, right, exactly head like office that, right? like that. Okay. Then you have to go Yeah. SSP office and all. Yeah. I got Right, it. right. Got it. So this is Mr. Vishnu, my elder brother, you can say. Yeah, He is Vishnu. also Thakur Sahib Vishnu Singh, and Yeah, I'm Sayyid Vishnu Dildar Hussain. Yeah. And these, see the love of these kids. Yeah, I See the know. love of this kid. So both Muslims and Hindus are behaving like that here. There's no there is no difference, religion man. here. We all are Yeah. human beings. We all are human all are beings. human beings. Yeah. We That's know also my concept. we know only one language. That is the language of love. Join you. Sure, man. definitely. I will call it. Okay, Okay, thank bye. Thank you. Bye. Thank you, sir. Bye. അങ്ങനൊരു നല്ലൊരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിനാണെങ്കിൽ ദിൽഷാദ് എന്നാണ് പേര്. ഇവിടെ യാതൊരു മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. അവർ വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്.